പ്രിയപ്പെട്ടവരെ, യുദ്ധം ഇന്ന് മാർച്ച് 28-ന് 29 ദിവസം പൂർത്തിയാക്കുമ്പോൾ ഗൾഫ് മേഖലയിൽ കഴിയുന്ന മലയാളികൾ, പ്രവാസികൾ നമ്മൾ പരസ്പരം പങ്കുവയ്ക്കുന്നതിൽ ആശങ്കകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ 29-ാം ദിവസം സുപ്രധാനമായി സംഭവിച്ച ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നമ്മൾ കണ്ണോടിക്കണം. നമ്മൾ അറിഞ്ഞേ പറ്റൂ എന്നുള്ള ചില കാര്യങ്ങൾ. ഇറാൻ്റെ പിന്തുണയുള്ള യമനിലെ ഹൂത്തി വിഭാഗം ഈ യുദ്ധത്തിൽ ആദ്യമായി പങ്കെടുത്ത ദിവസം എന്ന രൂപത്തിൽ ഇന്ന് മാർച്ച് 28 മാറുകയാണ്. ഇസ്രയേലിലേക്ക് മിസൈൽ അയച്ചു, കുവൈറ്റിലേക്ക് ചില ഡ്രോണുകൾ അയച്ചു. ഇടപെടാൻ വേണ്ടിയുള്ള സർവ്വ സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ട് പ്രത്യേകിച്ച് ചെങ്കടലിൽ നിന്ന് അറബിക്കടലിൻ്റെ ഭാഗത്തേക്ക് വന്നു തുറക്കുന്നൊരു ചെറിയ സ്ട്രെയിറ്റ് എന്ന് പറയാവുന്ന കടലിടുക്ക് ബാബൽ മന്ദബ്, അതിന്മേൽ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് വീണ്ടും എണ്ണ സപ്ലൈ ഇല്ലാതാക്കും എന്ന വിധത്തിൽ മുന്നറിയിപ്പുമായി യമനിലെ ഹൂത്തി വിഭാഗം മുന്നോട്ട് വന്നിരിക്കുന്നു എന്ന വാർത്തയും ഇന്ന് പുറത്തു വരികയാണ്. ഇതിനിടയിൽ 29 ദിവസത്തിനിടയിൽ ഒരു ദിവസം പോലും സംഭവിച്ചിട്ടില്ലാത്ത ഒരാക്രമണം ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. തന്ത്രപരമായൊരു സ്ഥലമാണല്ലോ സലാല, പ്രത്യേകിച്ച് സലാല പോർട്ട് ഒമാനിലെ. അറബിക്കടലിൽ നിന്ന് നേരിട്ട് ഒരു കപ്പലിന് സലാലയിൽ കയറാൻ പറ്റും. അത് ഹോർമൂസ് കടലെടുക്കൊന്നും കടക്കാതെ തന്നെ സലാലയിൽ കിട്ടുന്ന സാധനങ്ങൾ, കണ്ടെയ്നറുകൾ മസ്കറ്റിലെത്തിക്കാം, സൊഹാറിലെത്തിക്കാം, ദുബായിലെത്തിക്കാം. അങ്ങനെ ഒരു ട്രാൻസിറ്റ് പോയിൻ്റാക്കി പുതിയ രൂപത്തിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ സലാല പോർട്ടിന്മേൽ ആക്രമണം നടത്തിയിരിക്കുന്നു ഇറാൻ. അവിടെ ഒരു അമേരിക്കൻ കപ്പൽ, ലോജിസ്റ്റിക്സ് കപ്പൽ വന്നു നിൽക്കുന്നു. അതിനെയാണ് ആക്രമിച്ചത് എന്ന് ഇറാൻ പറയുന്നുണ്ടെങ്കിലും പക്ഷേ വലിയൊരു ചോദ്യചിഹ്നമായി ഈ ആക്രമണം മാറുകയാണ് എന്നാണ് നിഷ്പക്ഷമായ വിലയിരുത്തൽ വന്നിരിക്കുന്നത്. ചില ആളുകൾക്ക് പരിക്ക് പറ്റിയെന്ന റിപ്പോർട്ട് രാവിലെ തന്നെ വന്നിരുന്നതാണ്. അവിടുത്തെ ഏറ്റവും വലിയ ലോജിസ്റ്റിക്സ് കമ്പനിയായ മെർസ്ക് തൽക്കാലം പ്രവർത്തനങ്ങളൊക്കെ നിർത്തിവെക്കുന്നു എന്ന അറിയിപ്പ് നടത്തിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ സലാല സംഭവ വികാസം മേഖലയിൽ വലിയ വാർത്തയായി മാറിയ ദിവസം കൂടിയാണ് മാർച്ച് 28. കൂട്ടത്തിൽ നമ്മൾ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആഭ്യന്തര സർവേയുടെ റിസൾട്ട് കൂടി ഒന്ന് കണ്ണോടിച്ച് പോകണം. ഒന്നാമത്തെ കാര്യം, എല്ലാ പ്രാവശ്യവും നടത്താറുണ്ട് ഒരു ആക്ഷൻ കോൺഗ്രസ്, പൊളിറ്റിക്കൽ ആക്ഷൻ കോൺഗ്രസ് എന്നാകുമ്പോൾ നമ്മുടെയൊക്കെ ഓരോ പാർട്ടികളുടെ പ്ലീനം നടക്കുന്നത് പോലെ വളരെ നിർണായകമായിട്ട് അഭിപ്രായങ്ങളെല്ലാം സ്വതന്ത്രമായിട്ട് പറയാൻ പറ്റിയ ഒരു വേദി കൺസർവേറ്റീവ്സ് പങ്കുവയ്ക്കുന്നതാണ്. പക്ഷേ ടെക്സസിൽ നടന്ന ഈ സമ്മേളനത്തിൽ സാധാരണ വലിയ വിശാലമായി നടത്തുന്ന ഇത്തവണ ഹോട്ടലിനകത്ത് നടത്തിയത്. അവിടെ ചില വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ അഭിപ്രായ പ്രകടനങ്ങൾ സജീവമായിരുന്നു എന്നാണ്. മുതിർന്നവരും യുവാക്കളും ഇങ്ങനെ രണ്ട് തട്ടുകളായി തിരിഞ്ഞിട്ട് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചില ചർച്ചകൾ നടന്നു. സർവേ നടക്കുമ്പോൾ ഇപ്പോൾ ട്രംപ് കൊണ്ടുവന്നിരിക്കുന്ന യുദ്ധാനുകൂല തീരുമാനം, യുദ്ധത്തിൽ ഇടപെടാനുള്ള സാഹചര്യം, അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ആളുകൾ കൂടുതൽ സംസാരിക്കുന്നത് എന്ന് ഒരു സ്പെഷ്യൽ റിപ്പോർട്ടിലൂടെ BBC ഇന്ന് പറയുകയാണ്. അതായത് എന്തിനു വേണ്ടി അമേരിക്ക ഈ യുദ്ധത്തിൽ ഇടപെട്ടു എന്ന ചോദ്യം അമേരിക്കയുടെ സർവേയിൽ ആഭ്യന്തരമായി സജീവമായി വരികയാണ്. എന്നിട്ട് യുദ്ധം നിർത്താനുള്ള എൻഡ് ഗെയിം, എക്സിറ്റ് പ്ലാൻ എന്താണ് എന്നത് വ്യക്തമാക്കാമോ? അതെന്താണ് പറയാത്തത്? അതിൽ മൗനം പാലിക്കുന്നത് എന്ത് എന്ന ചോദ്യവും പ്രസക്തമാവുകയാണെന്ന് BBC സർവേയിലൂടെ പറയുകയാണ്. നമ്മൾ ഈ യുദ്ധത്തിന് ഇത്രയും കാശ് ചെലവാക്കുമ്പോൾ അതുവഴി ഉണ്ടാകാൻ പോകുന്ന എഫക്റ്റീവ് നെറ്റ് പ്രോഫിറ്റ് എന്താണ് എന്ന് ആളുകൾ ചോദിക്കുകയാണ്. പ്രത്യേകിച്ച് യുവാക്കളാണ് ഈ ചോദ്യം ഉന്നയിക്കുന്നത്. സാധാരണ പ്രസിഡന്റ് എടുക്കുന്ന തീരുമാനങ്ങളെ പൊതുവെ അംഗീകരിച്ചുകൊണ്ട് രാജ്യത്തിന് നല്ലതായിരിക്കുമെന്ന് കരുതി മുന്നോട്ട് പോകുന്ന ഒരു ജനത ഇപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് രണ്ടഭിപ്രായം വളരെ സജീവമായി സർവേകൾക്കുള്ളിൽ ആഭ്യന്തരമായി പ്രകടമാവുന്നു എന്നാണ് BBCയുടെ ഈ സ്പെഷ്യൽ റിപ്പോർട്ട് പറയുന്നത്. ഹോർമൂസ് കടലിടുക്കിനെ മറികടക്കാനുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള പോയിന്റുകളിലൊന്നായി സലാല പോർട്ടിനെ കരുതുന്നതും അവിടേക്ക് ആക്രമണം നടത്തിയതും അവിടുത്തെ ഗതാഗത സ്തംഭനമുണ്ടായതുമായ കാര്യം പറയുമ്പോൾ തന്നെ അതുപോലെ ലോകത്തിലെ ഒരുപക്ഷെ ഏറ്റവും വലിയ സ്ട്രാറ്റജിക് പൈപ്പ് ലൈൻ എന്ന് പറയാവുന്ന സൗദി അറേബ്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ഉള്ള ആ ഒരു പൈപ്പ് ലൈനെ കുറിച്ച് കൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അന്താരാഷ്ട്ര മാധ്യമമായ ബ്ലൂംബെർഗ് എന്ന് പറയുന്ന ഒരു വളരെ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട, മനസ്സിൽ കുളിർമ പകരുന്നൊരു കാര്യം, ദിവസം വിചാരിച്ചതിനപ്പുറമുള്ള 7 മില്യൺ ബാരൽ എണ്ണ സൗദി അറേബ്യയുടെ കിഴക്ക് നിന്ന് പടിഞ്ഞാറ് ചെങ്കടൽ തീരത്തുള്ള യാംബു എന്ന പോർട്ടിലേക്ക് ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. 7 മില്യൺ ബാരൽ. അത് എണ്ണയ്ക്ക് വേണ്ടി ഒരു പൈപ്പ് ലൈൻ വേറെ, ഗ്യാസിന് വേണ്ടി വേറെ ഒന്ന്. അബ്കേക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? സൗദി അറേബ്യയിലെ ദഹ്റാൻ അടുത്തുള്ള അല്ലെങ്കിൽ റസ്തനൂറയ്ക്ക് അടുത്തുള്ള നമുക്കറിയാവുന്ന ദമാം
അൽഖോബാർ ഇതിൻ്റെയൊക്കെ ചുറ്റുവട്ടത്തൊരു 10-70-80 കിലോമീറ്ററിന് ഇടയിലുള്ള അബ്ഖേക്ക് എന്നും പറയുന്ന സ്ഥലത്തു നിന്ന് ആരംഭിച്ച് യാംബു പോർട്ട് വരെ നീളുന്ന 1200 കിലോമീറ്റർ നീളത്തിലുള്ള സ്പെഷ്യൽ പൈപ്പ് ലൈൻ. ഇങ്ങനെ എന്തെങ്കിലും പ്രതിസന്ധി വന്നാൽ ഹോർമൂസ് കടലിടുക്ക് കടക്കാതെ ചെങ്കടൽ തീരത്തേക്ക് എണ്ണയും ഗ്യാസും കൊണ്ടുവരാൻ വേണ്ടി സൗദി അറേബ്യ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൈപ്പ് ലൈൻ. ലോകത്തിൽ ഇത്രയും സമൃദ്ധമായൊരു സ്ട്രാറ്റജിക് പൈപ്പ് ലൈൻ വേറെയില്ല. അബുദാബിയിൽ നിന്ന് ഫുജേറയിലേക്ക് ഒരെണ്ണമുണ്ട്. അതിൻ്റെ ദൂരവും നീളവും അളവും ഒക്കെ താരതമ്യം ചെയ്താൽ കുറവാണ്. പക്ഷേ സൗദി അറേബ്യയിൽ നിന്നുള്ള അത് വിചാരിച്ചതിനപ്പുറമുള്ള റിസൾട്ട് കൊണ്ടുവരുന്നു. അന്താരാഷ്ട്ര വില നിലവാരം പിടിച്ചു നിർത്താൻ ഒരുപക്ഷെ ഈ പൈപ്പ് ലൈന് ഹോർമൂസ് കടലിടുക്ക് സമ്പൂർണ്ണമായി അടഞ്ഞാൽ പോലും പിടിച്ചു നിൽക്കാൻ പറ്റും എന്ന അർത്ഥത്തിൽ പ്രതീക്ഷ നൽകുന്ന കാര്യമായി മാറുകയാണ്. അത് വളരെ വിദഗ്ധമായി ഒരു പ്രശ്നവും കൂടാതെ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊക്കെ കൊണ്ടാവണം ഹൂത്തി വിഭാഗം രംഗത്ത് വന്നിട്ട് ഈ എണ്ണ ചെങ്കടലിലൂടെ കൊണ്ടുപോകുമ്പോൾ അതിങ്ങോട്ട് ഏഷ്യൻ മേഖലയിലേക്ക് വരികയാണെങ്കിൽ ബാബൽ മന്ദബ് കടലിടുക്ക് അടച്ചുകൊണ്ടോ നശിപ്പിച്ചുകൊണ്ടോ ഇടപെടാൻ പറ്റുമെന്ന് കരുതുന്നത്. പക്ഷേ യൂറോപ്പിലേക്കും ആഫ്രിക്കയിലേക്കും കൊണ്ടുപോകാൻ പറ്റുന്ന സംവിധാനം അപ്പോഴും സൂയസ് കനാൽ വഴി സമൃദ്ധമായി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും എന്ന് സൗദി അറേബ്യ കരുതുകയാണ്. ഇന്ന് UAE വന്ന 37 ഡ്രോണുകൾ, 20 ബാലിസ്റ്റിക് മിസൈലുകൾ, അതിനെയൊക്കെ UAE നിർവീര്യമാക്കി. ഇന്ന് വെളുപ്പാങ്കാലത്ത് തന്നെ നമുക്ക് അലർട്ട് മെസ്സേജ് വന്നതാണ്. അതിനെയൊക്കെ ഇൻ്റർസെപ്റ്റ് ചെയ്ത ശേഷം സമാധാനത്തിൻ്റെ സന്ദേശവും വന്നതാണ്. UAE എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾ നിങ്ങളുടെ സാധാരണ കാര്യങ്ങളിലേക്ക് വീണ്ടും ആ വർക്ക് തുടരൂ, ആ പ്രവർത്തനം തുടരൂ. എപ്പോഴെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അലർട്ടുമായി ഞങ്ങൾ കൂടെയുണ്ട്. ആ പ്രശ്നത്തിൻ്റെ സങ്കീർണത കഴിയുമ്പോൾ അതിൻ്റെ സമാധാനത്തിൻ്റെ സന്ദേശവും നിങ്ങളിലേക്ക് വരും, ആശ്വാസമാകും. അങ്ങനെ ഒരു ജാഗ്രത കൈവശം വച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്ക് മുഴുകൂ എന്ന സന്ദേശമാണ് UAE നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡ്രോണുകളും മിസൈലുകളും വരുമ്പോഴും അതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്ത ശബ്ദം കേൾക്കുമ്പോഴും അതിൻ്റെ അവശിഷ്ടങ്ങൾ വീണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട, ചിന്തിച്ചിരിക്കേണ്ടതും മനസ്സിൽ കരുതേണ്ടതുമായ ചില സുപ്രധാന കാര്യങ്ങളുണ്ട്. ഒരുപാട് ആളുകളുമായി, മുതിർന്ന തലമുറയിൽപ്പെട്ട ആളുകളുമായിട്ടൊക്കെ സംസാരിച്ച് ചില പോയിന്റുകൾ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. നമ്മൾ ഇറാൻ-ഇറാഖ് യുദ്ധം കണ്ടു. അന്നും ഗൾഫിനെ കുറിച്ച് ഇതുപോലെ പ്രശ്നങ്ങൾ പല ആളുകളും പറഞ്ഞിരുന്നു. തീർന്നു, ഗൾഫ് തുടങ്ങിയതേ ഉള്ളൂ ആ സമയത്ത്, ഇനി പ്രസക്തി ഇല്ല എന്ന് പറഞ്ഞിരുന്നു. പിന്നീട് കുവൈറ്റ് യുദ്ധം വന്നു. ആ സമയത്ത് എല്ലാവരും ഇട്ടിട്ടോടാൻ വേണ്ടി വെപ്രാളമായിരുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു നമുക്കറിയാം. അന്ന് തഴച്ചു വളർന്ന പല പ്രസ്ഥാനങ്ങളും, അന്ന് സ്ഥാപിക്കപ്പെട്ട പ്രസ്ഥാനങ്ങൾ ഇന്ന് ഇരുമ്പുലക്ക പോലെ ഈ മേഖല മൊത്തം നിൽക്കുന്ന എത്രയോ പ്രസ്ഥാനങ്ങളുണ്ട്. പിന്നീട് ഇറാഖിന് മേൽ യുദ്ധം വന്നു. ഇതിനിടയിൽ മാന്ദ്യം വന്നു കയറി. ഇപ്പോഴിതാ കഴിഞ്ഞ വർഷം ഇറാന് മേൽ യുദ്ധം, ഇപ്പോൾ വീണ്ടും യുദ്ധം. ഇങ്ങനെ ഒരുപാട് യുദ്ധങ്ങളും മാന്ദ്യങ്ങളും ഒക്കെ കണ്ട് ഇതിനിടയിൽ 2-3 വർഷം കോവിഡിൻ്റെ പിടിയിൽ അകപ്പെട്ട് ഈ സമയത്തൊക്കെ ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മുടെ ചെവിയിൽ, ഇതാ തീർന്നു, എല്ലാം അവസാനിച്ചു, ഇനി നാട് പിടിക്കാം. ഇവിടെ നിന്ന് പോയ ആളുകൾ, നമ്മുടെ പല മുതിർന്ന സഹോദരങ്ങളും നാട്ടിൽ പോയിട്ട് ആരംഭിച്ച പല പ്രസ്ഥാനങ്ങളുമുണ്ട്. റിട്ടയർമെൻറ്റ് ലൈഫിൽ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ള എത്രയെത്ര ഷോപ്പുകൾ, റീറ്റെയിലുകൾ, പ്രസ്ഥാനങ്ങൾ, ബ്രാൻഡുകൾ, ഉൽപ്പന്നങ്ങൾ. ഇതൊക്കെ ഇപ്പോൾ നോക്കൂ, ഇവിടെ ഒരു പ്രശ്നമുണ്ടായാൽ അതിൻ്റെ അനുരണനങ്ങൾ നമ്മുടെ നാട്ടിലും ഉണ്ടാകും. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ അടഞ്ഞു കിടക്കുന്ന തട്ടുകടകളും മന്തി ഷോപ്പുകളും മാത്രം ഒന്ന് എടുത്തു നോക്കൂ. ഇവിടെ നിന്ന് 3, 4, 5, 10 ആളുകൾ സംഘം ചേർന്ന് ആരംഭിച്ചിട്ടുള്ള സൂപ്പർ മാർക്കറ്റുകൾ. അപ്പോൾ അവിടെയും തളർത്ത് വളരണമെങ്കിൽ ഇവിടെയും നമ്മൾ പുഷ്കലമായി നിൽക്കണം. ഒരു കാര്യം മാത്രം ഉറപ്പു നൽകാം, ഇവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ ഈ 2500-4000 ദിർഹം കൊടുത്ത് ടിക്കറ്റ് എടുത്തൊന്നും പോകുന്ന കാര്യം ആലോചിക്കാതെ 6 മാസം പോയി എവിടെ നിന്ന് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരാം എന്ന് പറയുന്ന ഒരുപാട് മലയാളികളുണ്ട്. അതൊന്നും ആലോചിക്കാതെ ഇവിടെ തന്നെ കർമ്മ മേഖലയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും. എല്ലാ മേഖലയിലും തണുപ്പുണ്ട് നമ്മൾ പറയുമ്പോഴും ഒരു കാര്യം വ്യക്തമായിട്ട് ബോധ്യത്തിൽ വരേണ്ടത്, ഇവിടുത്തെ ഗവൺമെൻറ് പറയുന്നത്, സെൻട്രൽ ബാങ്ക് സിസ്റ്റം പറയുന്നത്, ബാങ്കുകൾ കൊടുത്തിരിക്കുന്ന ആത്മധൈര്യം നമ്മളൊന്ന് മനസ്സിലാക്കണം. ട്രില്യൺ കണക്കിന് ദിർഹം ഒരു റിലീഫ് പാക്കേജായി കൊടുക്കാൻ പോലും സജ്ജമാണ് ഇവിടുത്തെ സമ്പദ്ഘടന. കുറച്ചാളുകൾ പറയുന്നു കമ്പനി നടത്തുന്ന ആളുകൾക്കൊക്കെ ഇനിയിപ്പോൾ കമ്പനിയിൽ നിന്ന് കാശെടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുള്ള വ്യാജ പ്രചരണങ്ങൾ. ഇതൊക്കെ നമ്മൾ കരുതിയിരിക്കണം. ഏത് കമ്പനിക്കാണ് ബാങ്കിൽ നിന്ന് കാശെടുക്കാൻ പറ്റാതെ വരിക? പിന്നെ ജോലി ഇതാ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഊഹാപോഹങ്ങൾ ഒരുപാട്. എത്ര പേർക്ക് നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരുപക്ഷെ താൽക്കാലികമായി ശമ്പളക്കുറവോ, ശമ്പളം തടഞ്ഞു വയ്ക്കുന്ന പ്രക്രിയകളോ, ശമ്പളം പകുതി കൊടുക്കുകയുള്ളൂ എന്ന് പറയുന്ന രീതികളോ കോവിഡ് സമയത്ത് നമ്മൾ കണ്ടതല്ലേ? എന്നിട്ടത് മാറിയില്ലേ? വ്യോമയാന ഇൻഡസ്ട്രി ഒന്ന് ആലോചിച്ച് നോക്കൂ. കോവിഡ് സമയത്ത് തകർന്നതിന് കണക്കുണ്ടോ?
എന്നിട്ട് വീണ്ടും അത് പെട്ടെന്ന് 2022 അവസാനിക്കുമ്പോൾ 2023 24 സമൃദ്ധമായി വളരുകയും എമിറേറ്റ്സ് അടക്കമുള്ള വിമാന കമ്പനികൾ 10,000-ങ്ങളെ റിക്രൂട്ട് ചെയ്യുകയും ബോണസ് കൊടുക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതില്ല ഇന്നലത്തെ പോലെ. അപ്പോൾ നമ്മളിതിലൊക്കെ ഓരോ സമയവും കടന്നു പോകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവരവരുടെ കർമ്മമണ്ഡലങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു തീരുമാനമെടുക്കാൻ വേണ്ടിയാണ് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ 10-30 വർഷമായിട്ടൊക്കെ ഇവിടെ നിൽക്കുന്ന ആളുകളുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഞങ്ങൾ ഇക്കാര്യം സൂചിപ്പിക്കുന്നത്. കുവൈറ്റിലേക്ക് എയർപോർട്ടിലേക്ക് ധാരാളം ഡ്രോണുകൾ വന്നു. ആളുകൾക്ക് പരിക്ക് പറ്റുകയും മറ്റും ചെയ്ത റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഖത്തറിലേക്ക് നിരവധി ഡ്രോണുകൾ വന്നു നിർവീര്യമാക്കിയിട്ടുണ്ട്. ഖത്തർ ഇതിനിടയിൽ നാളെ ഇൻ പേഴ്സൺ ക്ലാസുകൾ സ്കൂളുകളിൽ ആരംഭിക്കുകയാണ്. 1 മാസമായിട്ട് അടച്ചിട്ടിരുന്നതാണ്. സ്കൂളുകൾ നാളെ തുറക്കുന്നു എന്ന രൂപത്തിൽ വാർത്തകൾ വരികയാണ്. സൗദി അറേബ്യയിലും ഇന്ത്യൻ ഡ്രോണുകൾ വന്നു നിർവീര്യമാക്കി. ഉക്രൈൻ്റെ പ്രസിഡന്റ് സെലൻസ്കി മേഖല വിസിറ്റ് ചെയ്യുകയും വിവിധ ഗൾഫ് രാജ്യങ്ങളുമായിട്ട് ഒരു 10 വർഷത്തെ പ്രതിരോധ കരാർ സംയുക്തമായിട്ട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശാലകൾ അടക്കമുള്ള ഒരു സംയുക്ത കരാറിലേക്ക് നീങ്ങാൻ വേണ്ടി അദ്ദേഹം പ്രഖ്യാപനം നടത്തി തിരിച്ചു പോവുകയാണ് എന്ന റിപ്പോർട്ടും വരികയാണ്. ഇന്ന് അബുദാബിയിൽ കെസാദിൽ ഖലീഫ എക്കണോമിക് സോൺ അബുദാബി അവിടെ ഒരു മിസൈൽ അവശിഷ്ടങ്ങൾ വീണിട്ട് ഒരു ബിൽഡിങ്ങിന് കേടുപാടുകൾ പറ്റിയ കാര്യം രാവിലെ തന്നെ അറിഞ്ഞു. 6 പേർക്ക് പരിക്ക് പറ്റി. 7000-ലധികം ജീവനക്കാരുള്ള UAE-യിലെ ഒരുപക്ഷെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നാണ്. ഒരുപക്ഷെ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിന് അപ്പുറമുള്ള കമ്പനികൾ പരിശോധിച്ചാൽ ഇൻഡസ്ട്രിയൽ കമ്പനി എന്ന രൂപത്തിൽ 1-ാം റാങ്കിൽ നിൽക്കുന്ന കമ്പനികളിലൊന്നാണ് എമിറേറ്റ്സ് ഗ്ലോബൽ അലുമിനിയം. ലോകത്തിലെ തന്നെ പ്രീമിയം അലുമിനിയം പ്രൊഡ്യൂസർ എന്ന കാറ്റഗറിയിൽ വരുന്ന ഏറ്റവും വലിയ കമ്പനിയാണ് എമിറേറ്റ്സ് ഗ്ലോബൽ അലുമിനിയം. അബുദാബിയുടെയും ദുബായിയുടെയും ഗവൺമെൻറ്റുകളുടെ സംയുക്ത ഫോറമാണ് അതിൻ്റെ ഉടമസ്ഥാവകാശം. അബുദാബിയുടെ മുബാദല ദുബായ് ഗവൺമെൻറ് 50% വെച്ച് 2013 ആരംഭിച്ച 12 വർഷത്തിലധികമായി സജീവമായി ലോകത്തിൻ്റെ തന്നെ അലുമിനിയം ഇൻഡസ്ട്രിയുടെ തിലകക്കുറിയായി നിൽക്കുന്ന ആ കമ്പനിയുടെ ഒരു പ്ലാനിന് നേർക്കാണ് ഇന്ന് ആക്രമണം പോലെ അവശിഷ്ടങ്ങൾ വന്നു വീണതും ഒരു കേടുപാടുകൾ പറ്റിയതും. എന്നാൽ ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്ന അറിയിപ്പ് ആശ്വാസകരമായി വൈകുന്നേരം വരികയാണ്. അമേരിക്കയും ഇസ്രയേലും നടത്തിക്കൊണ്ടിരിക്കുന്ന സംയുക്ത ആക്രമണം ഇറാനിൽ 1-ാമത്തെ ദിവസം നമ്മൾ കണ്ടതല്ലേ. മിനാബിലെ ഒരു ഗേൾസ് സ്കൂളിന് നേർക്ക് ആക്രമണമുണ്ടായി. നിരവധി കുട്ടികൾ, പിഞ്ചു കുട്ടികൾ മരിച്ചത്. ആ സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ആശുപത്രിക്ക് മേൽ ഇന്നലെ രാത്രി വൈകി ആക്രമണം നടന്നു. ഒരാൾക്കും പരിക്കൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ കെട്ടിടത്തിന് കാര്യമായ കേടുപാടുകൾ പറ്റി. അകത്ത് സ്റ്റോർ ചെയ്തിരുന്ന സാധനങ്ങളൊക്കെ നഷ്ടമായി എന്ന രൂപത്തിൽ. അതൊരു ക്ലിനിക്കായിരുന്നു. അതായത് ആളുകളെ കിടത്തി ചികിത്സിക്കുന്ന അങ്ങനത്തെ ഒരു ആശുപത്രിയല്ല. പക്ഷേ വളരെ വിപുലമായൊരു സംവിധാനം. അത് നശിക്കപ്പെട്ടു എന്ന റിപ്പോർട്ട് വരുന്നു. ടെഹ്റാനിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജ്, സയൻസ് ആൻഡ് ടെക്നോളജി കോളേജ് നശിച്ചു എന്ന രൂപത്തിലുള്ള ആക്രമണ റിപ്പോർട്ട് വരികയാണ്. അതിന് തിരിച്ചടിച്ചിരിക്കും എന്ന് ഇറാനും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല മറ്റ് നിരവധി കെട്ടിടങ്ങൾക്ക് മേൽ ആക്രമണം നടന്നു എന്ന റിപ്പോർട്ട് ഇറാൻ്റെ ലോക്കൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇസ്രയേലിൽ ഇതുവരെ കാണാത്ത വിധം സെൻട്രൽ ഇസ്രയേൽ ഭാഗത്ത്, സെൻട്രൽ ജെറുസലേം ഭാഗത്ത്, ആ സ്ഥലത്തിൻ്റെ പേര് എഷ്തവോൽ എന്നാണ്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും അറിയാവുന്നവർക്ക് കറക്റ്റ് പേര്, ആ സ്ഥലത്തെക്കുറിച്ച് അവിടേക്ക് പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഈ എഷ്തവോളിൽ അതിശക്തമായ സ്ഫോടനം നടന്നെന്നും 11 പേർക്ക് പരിക്ക് പറ്റിയെന്നും അതിൽ 2-3 പേരുടെ നില അതീവ ഗുരുതരമാണെന്നും ഇസ്രയേലിൻ്റെ ഉദ്യോഗസ്ഥർ തന്നെ പറയുകയാണ്. അപ്പോൾ ഇസ്രയേലിന് നേർക്ക് വന്നിരിക്കുന്ന പല മിസൈലുകളും ഡ്രോണുകളും പരിശോധിച്ചപ്പോൾ യമനിൽ നിന്നാണ് എന്ന കാര്യം കൂടി ഇസ്രയേൽ സ്ഥിരീകരിച്ചതായിട്ട് റിപ്പോർട്ടുണ്ട്. കൂട്ടത്തിൽ ഇസ്രയേലിൻ്റെ ലെബനോനിലേക്കുള്ള കടന്നുകയറ്റവും ആക്രമണവും വളരെ സജീവമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. 3 ലെബനോൺ ജേർണലിസ്റ്റുകൾ വധിക്കപ്പെട്ടു എന്ന രൂപത്തിൽ റിപ്പോർട്ട് വരികയാണ്. അത് ഇസ്രയേൽ പറയുന്നത് അതിലൊരാൾ ഹിസ്ബുള്ളയുടെ ഒരു കമാൻഡറായിരുന്നു, ജേർണലിസ്റ്റ് എന്ന രൂപത്തിൽ നുഴഞ്ഞു കയറി ചില കാര്യങ്ങൾ നടത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്ന രൂപത്തിലുള്ള ആരോപണവും വന്നിട്ടുണ്ട്. ഇസ്രയേൽ നേരത്തെ ഒരു പരാതി പറഞ്ഞിരുന്നു, ഇറാൻ്റെ ഭാഗത്തു നിന്ന് ക്ലസ്റ്റർ ബോംബുകൾ, യുദ്ധത്തിൽ സാധാരണ പ്രയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന ക്ലസ്റ്റർ ബോംബുകൾ ഇസ്രയേലിൻ്റെ പല ഭാഗത്തുനിന്നും ഞങ്ങൾ കണ്ടെടുത്തുകൊണ്ടിരിക്കുന്നു. ഇറാൻ അങ്ങനെ ചെയ്ത് ശരിയായില്ല നേരത്തെ ആരോപണം ഉന്നയിച്ചത്. ഇന്ന് ഇറാൻ പറഞ്ഞിരിക്കുന്നത് ആദ്യ ദിവസം ആക്രമണത്തിൽ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നും അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇറാനിൽ കൊണ്ടിട്ടിരിക്കുന്ന പല ക്ലസ്റ്റർ ബോംബുകളും എണ്ണം പറഞ്ഞാൽ 122 എണ്ണം ഞങ്ങളെടുത്ത് നിർവീര്യമാക്കിയിരിക്കുന്നു എന്നാണ് ഇറാൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അമേരിക്ക നേരത്തെ പറഞ്ഞതുപോലെ 2500 മറൈനുകൾ മിഡിൽ ഈസ്റ്റ് കടൽ പ്രദേശത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന ചിത്രം നേരത്തെ തന്നെ അറിഞ്ഞതാണ്. ഇന്ന് അവരെത്തിച്ചേർന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. USS ട്രിപ്പോളി എന്ന കപ്പലിലാണ് ഈ 2500 മറൈനുകളെയും കൊണ്ടുവന്നത്. അതുപോലെ ഒരു 31st യൂണിറ്റ് എന്ന് പറഞ്ഞ് ജപ്പാൻ്റെ ഭാഗത്തുള്ള കുറേ സൈനികരുണ്ട് അമേരിക്കയ്ക്ക്. അവർ തായ്വാനിൽ
ഒരു അഭ്യാസ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കവേ 2 ആഴ്ച മുമ്പ് അവരോട് പറഞ്ഞു നേരെ മിഡിൽ ഈസ്റ്റിലേക്ക് പോരാൻ. അവരും വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന അറിയിപ്പാണ് ഇപ്പോൾ വരുന്നത്. എപ്പോൾ എത്തും എന്ന കാര്യം അറിയില്ല. ഇതിനിടയിൽ ഒരു വലിയ വിമാനവാഹിനി കപ്പൽ USS ജെറാൾഡ് ഫോർഡ് ഇവിടെ ഉണ്ടായിരുന്നതും ഇറാൻ ആക്രമിച്ച് അതിനെ കീഴ്പ്പെടുത്തിയതും അത് പിന്നെ ശരിയാക്കാൻ വേണ്ടി പല ഭാഗങ്ങളിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പുറപ്പെട്ടത് നമ്മൾ അറിഞ്ഞതാണ്. ക്രൊയേഷ്യയിലെ സ്പ്ലിറ്റ് എന്ന് പറയുന്ന സിറ്റിയിൽ ഏതാണ്ട് ആ കപ്പൽ എത്തി എന്നാണ് ഇപ്പോൾ അറിയുന്നത്. അവിടെ കൊണ്ടുപോയിട്ട് കേടുപാടുകൾ തീർത്ത് തിരിച്ചു വരും എന്നും പറയുന്നുണ്ട്. മറ്റ് 2 യുദ്ധക്കപ്പലുകൾ കൂടി വിവിധ പ്രദേശങ്ങളിൽ നിന്ന് മിഡിൽ ഈസ്റ്റ് തീരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അമേരിക്ക സെൻട്രൽ കമാൻഡ് അറിയിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് US സെൻട്രൽ കമാൻഡ് എന്ന് എക്സിൽ കുറിച്ചിരിക്കുന്ന കാര്യം, ഹോർമൂസ് കടലിടുക്കിൻ്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളിൽ വിന്യസിക്കപ്പെട്ട ഇറാൻ സൈനിക വ്യൂഹം, നാവിക വ്യൂഹം, അതിൻ്റെ 4-5 സുപ്രധാന കപ്പലുകളെ ബോംബിട്ട് തന്നെ നശിപ്പിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ദശാബ്ദങ്ങളായി മേഖലയുടെ നിയന്ത്രണം ഏറ്റെടുത്തിരുന്ന അത്തരം കപ്പൽ വ്യൂഹത്തെയാണ് അമേരിക്ക ഒരു സൈനിക നടപടിയിലൂടെ, എയർ സ്ട്രൈക്കിലൂടെ നശിപ്പിച്ചിരിക്കുന്നതെന്നും ഇനി പഴയ കഥ മാത്രമായി, ചരിത്രം മാത്രമായി ഹോർമൂസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം എന്നത് ഇറാന് മാത്രം അവകാശപ്പെട്ടത് എന്ന കാര്യം മാറുകയാണെന്നും എക്സിലൂടെ US സെൻട്രൽ കമാൻഡ് കുറിക്കുകയാണ്. പല രാജ്യങ്ങളെയും കൂട്ടുകാരെന്ന് കരുതി നിർണായകമായ സമയത്ത് ഹോർമൂസ് കടലിടുക്കിലേക്ക് കപ്പൽ വ്യൂഹങ്ങളെ അയച്ചു സഹായിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ പലരും മൈൻഡ് ചെയ്തില്ല എന്നുള്ള പരാതി സംഭാഷണങ്ങളിൽ ട്രംപ് ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോഴും പരസ്പരമുള്ള ആക്രമണങ്ങൾ ശക്തമായി മുന്നോട്ട് പോകുമ്പോഴും ഇറാൻ ഇപ്പോൾ ഹൂത്തി വിഭാഗവുമായി ചേർന്ന് ആക്രമണത്തിൻ്റെ പുതിയൊരു ദിശ ആരംഭിച്ചതുപോലെ ഇന്നു മുതൽ പെരുമാറാൻ തുടങ്ങിയപ്പോഴും അമേരിക്കയും ഇസ്രയേലും പരമ്പരാഗത രീതിയിൽ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുമ്പോഴും ചർച്ചയുടെ കാര്യം എന്തായി എന്നെല്ലാവരും ചോദിക്കുകയാണ്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ച ഇപ്പോൾ പാകിസ്ഥാൻ്റെ മധ്യസ്ഥതയാണ് അവസാനത്തെ ഒരു പ്രതീക്ഷയായി മാർക്കറ്റിൽ നിൽക്കുന്നത് എന്നെല്ലാവർക്കും അറിയാം. ലോകം മുഴുവനും എണ്ണവില വർധനവിൻ്റെ പിടിയിലാണ്. പാകിസ്ഥാൻ അമേരിക്കയുമായും ഇറാനുമായും ഇസ്രയേലുമായും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന വിവരമാണ് ഇന്നും പറയാനുള്ളത്. പക്ഷേ ഒരു പുരോഗതിയും ഈ വിഷയത്തിൽ ഇന്നുണ്ടായിട്ടില്ല എന്നാണ്. ഇന്ന് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഇറാൻ്റെ പ്രസിഡൻറ്റുമായിട്ട് 1 മണിക്കൂറിലധികം ഫോണിൽ സംസാരിച്ചു. ഇതേ വിഷയം എങ്ങനെയാണ് ഒരു ടേബിളിൽ സമാധാനത്തിന് വേണ്ടി ഒന്നിക്കാൻ പറ്റുക എന്ന കാര്യമാണ് അന്വേഷിച്ചത്. പക്ഷേ വ്യക്തമായ മറുപടിയൊന്നും ഞങ്ങളത് റെക്കോർഡ് ചെയ്യുന്നവരെ കിട്ടിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ലോകത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം എണ്ണയുടെ വിലയുടെ കാര്യത്തിൽ വീർപ്പൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴും അമേരിക്കയുടെ ആഭ്യന്തര സർവേകളിൽ യുദ്ധത്തിന് അനുകൂലമായ ഒരവസ്ഥയല്ല ഉള്ളത് എന്നത് പ്രകടമാവുന്ന സാഹചര്യത്തിലും എന്തെങ്കിലുമൊക്കെ ടെസ്റ്റും വളരെ പെട്ടെന്നുള്ള തീരുമാനവും ഉണ്ടായേക്കാം എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ്. അങ്ങനെ ഒരു നല്ല തീരുമാനം ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഉരുണ്ടുകൂടി വരട്ടെ, അതെല്ലാവർക്കും ആശ്വാസമായി വരട്ടെ. ആ ഒരു മുഹൂർത്തത്തിന് വേണ്ടി കാത്തിരുന്നുകൊണ്ട് ഇന്നത്തെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി. Night Updates supported by Hashim Hypermarket, Kalyan Jewellers, Lulu, Partha Signature, Abu Shagara, Sharjah, Arim Bakers, eLessons.net, Fira Foods, Dhanvantari Ayurveda, Al-Sud Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Ain Golden Diamonds, Choco World, Vintage Lux Real Estate, India GCC Business Lounge.